കെ ശശി അനുകൂലിയായ ഒരു നേതാവിനെ വിളിച്ച് PM മാർഷോ വധഭീഷണി മുഴക്കി എന്ന് പരാതി. SFI മണ്ണാർക്കാട് മുൻ ഏരിയ സെക്രട്ടറി ഷാനിഫിനെതിരെയാണ് ഭീഷണി. തീർത്ത് കളയുമെന്ന് ഭീഷണി മുഴക്കിയെന്നാണ് ഷാനിഫ് പറയുന്നത്. വാട്സപ്പ് കോളിലാണ് ആർഷോ വിളിച്ചത് എന്നതിനാൽ റെക്കോർഡ് ചെയ്യാനായില്ല എന്നും ഷാനിഫ് പറയുന്നു. അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ ഇയാൾ ഇതാണ് കോൾ വന്ന ഡീറ്റെയിൽസ് ആണ്. വാട്സപ്പ് കോളാണ്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല. അറ്റൻഡ് ചെയ്ത സമയത്ത് തന്നെ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ആള് PK ശശി ഒറ്റപ്പാലത്ത് മത്സരിക്കില്ല, ഷൊർണൂരും മത്സരിക്കില്ല. അദ്ദേഹം ഗവൺമെന്റിൽ നിന്നും മേടിച്ചെടുത്ത ആനുകൂല്യങ്ങൾ മുഴുവൻ ഞാൻ തിരിച്ചടപ്പിക്കും, അത് പൈസ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള പറഞ്ഞു. ഞാൻ ആ സമയത്ത് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ PK ശശിയുടെ നമ്പർ നേരിട്ട് തന്നെ വിളിച്ചു പറയുന്നതാവും നല്ലത് എന്നുള്ള രീതിയിൽ ഞാൻ മറുപടി പറഞ്ഞു. പിന്നെ അദ്ദേഹം ഫുള്ള് സംസാരിക്കുന്നത് വ്യക്തമായിട്ടല്ല സംസാരിക്കുന്നത്, അദ്ദേഹം ഒരു നാവ് കുഴഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അടുത്ത് നിന്ന് ആരോ എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ച് ഇയാൾ പിന്നെ തെറിവിളി തുടങ്ങുന്നത്. തെറിവിളി വിളിച്ചപ്പോഴും ഞാൻ ബന്ധം പോകും എന്നുള്ള രീതിയിൽ ആദ്യം കുറച്ചു നേരം സംസാരിച്ചു. പിന്നീട് ഞാനും അതേ രീതിയിൽ തന്നെ മറുപടി കൊടുത്തു. പിന്നീട് അദ്ദേഹം കൊന്നു കളയും, എറണാകുളത്തൊന്ന് അന്വേഷിച്ചു ഒക്കെ, ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ കുത്തിയിട്ടുണ്ട് ഇങ്ങനെ കുത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. കൊന്നുകളയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടെ നിൽക്കുന്നത്, മണ്ണാർക്കാട് നിങ്ങൾ എവിടെ നിന്നാലും ഞാൻ ആ സ്ഥലത്തേക്ക് വരാം എന്നുള്ള രീതിയിൽ ഞാൻ തിരിച്ചു സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം ഫോൺ കട്ട് ചെയ്ത് പോയി ചെയ്തു. ശശിക്കെതിരെയുള്ള വിരോധത്തിന് ശശി അനുകൂലിയായ ഒരു സഖാവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി കൊന്നുകളയും തീർത്ത് കളയും എന്ന് പറഞ്ഞു എന്നാണ് ഈ പരാതി. കോൾ റെക്കോർഡ്സ് ഇല്ല, അദ്ദേഹം നേരിട്ട് വന്ന് ആരോപിക്കുന്നത് മാത്രമാണ്. PK ശശി വേദിയിൽ പല കാര്യങ്ങളും പരിഹാസപൂർവ്വം പറഞ്ഞിരുന്നു. യൂത്ത് സെന്ററിൽ കഞ്ചാവ് ഉപയോഗം നടക്കുന്നു, എറണാകുളത്ത് നിന്ന് വന്ന ഒരു നേതാവ് നേരെ നിൽക്കില്ല, ചാരി മാത്രമേ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ശശി